ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കൂന്തൽ നിറച്ചതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇപ്പം കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് കൂന്തൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് എടുക്കണം. നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരിട്ടിച്ച് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് തയ്യാറാക്കണം. ഇനി ഫില്ലിങ്സ് തയ്യാറാക്കുന്നത് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർക്കാനുള്ളത് നമ്മുടെ കൂന്തളാണ്. കൂന്തൾ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. കൂന്തലിൻ്റെ തലഭാഗമൊക്കെ ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. നമുക്കിതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിൽ തന്നെ വെള്ളം വന്നോളും. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കൂന്തൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി ഞാൻ കൂന്തൽ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈർക്കിൾ വെച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ബാക്കി എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു കൂന്തൽ വീട് ഇട്ട് കൊടുക്കാം. നമ്മൾ മൂന്ന് കൂന്തൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മറച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കൂന്തൽ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇതിൽ വരഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ ഈർക്കിളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്